നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. മലയാളിയുടെ ജീവിതത്തിൽ 2025 ജനുവരി 4 പ്രാധാന്യമുള്ള ഒരു ദിവസമായി ഓർമ്മിക്കപ്പെടും. അന്നാണ് പത്രവായന ദൗർബല്യമായി പോയ മലയാളി സമൂഹത്തെ ദേശാഭിമാനി ഒഴികെയുള്ള മലയാള പത്രങ്ങൾ എല്ലാം ചേർന്ന് ഒറ്റക്കെട്ടായി ഞെട്ടിക്കുകയും ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്തത്. കബളിപ്പിച്ചത് എന്നും പറയാം. അന്ന് രാവിലെ പത്രമെടുത്ത നമ്മൾ ഒന്നാം പേജിൽ വായിച്ചു തുടങ്ങിയത് ഫെബ്രുവരി 1 മുതൽ കടലാസ് കറൻസി പോയി ഡിജിറ്റൽ കറൻസി വരുമെന്നും കേരളത്തിൽ ഒരു റോബോട്ട് മന്ത്രി ഉണ്ടെന്നുമൊക്കെയുള്ള വാർത്തകളാണ് ഒന്നാം പേജിൽ. പ്രധാന വാർത്ത, അതായത് ലീഡ് എന്ന് പറയുന്നത്, അതിലാണ് എല്ലാവരും കിടുങ്ങിപ്പോയത്. രായ്ക്ക് നോട്ട് നിരോധിച്ച നാട്ടിൽ കടലാസ് കറൻസി ഭരണാധികാരികൾ നിരോധിക്കില്ല എന്ന് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് നിരവധി വായനക്കാർ പഴയ ഓർമ്മയിൽ പ്രധാനമന്ത്രിയുടെ പിതൃക്കളെ വരെ സ്മരിച്ചു, വളരെ മോശമായ അർത്ഥത്തിൽ. ഏറെ കഴിഞ്ഞ് അന്വേഷണങ്ങൾക്കും പരസ്പരമുള്ള ചർച്ചകൾക്കും ശേഷമാണ് ഇതൊരു പരസ്യമാണെന്ന് എല്ലാവർക്കും ബോധ്യമായത്. സാങ്കല്പിക സർവകലാശാലയായ ജെയിൻ എന്ന വിദ്യാഭ്യാസ വ്യവസായ സ്ഥാപനത്തിൻ്റെ പരസ്യമാണ് ഇത്. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് പിറ്റേന്ന് കൊച്ചിയിൽ ആരംഭിക്കുന്ന ജെയിൻ സാങ്കല്പിക സർവകലാശാല എന്ന വിദ്യാഭ്യാസ വ്യവസായ സ്ഥാപനം നടത്തുന്ന ഒരു ദ്വിദിന പ്രദർശനത്തിൻ്റെ പരസ്യമാണ് ഇതെന്ന കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടത്. 25 വർഷം കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ സങ്കല്പിച്ചെഴുതിയ വാർത്തകളാണത്രേ ഒന്നാം പേജിൽ 24 കണ്ടത്. പക്ഷേ ഇന്നും അന്ന് പത്രത്തിൽ കണ്ടത് ശരിയാണെന്ന് കരുതുന്ന ചെറുതെങ്കിലുമായ ഒരു വിഭാഗമുണ്ട്. ഇത് വ്യാജനാണെന്ന് അറിഞ്ഞതോടെ എല്ലാവരും ഒന്നാം പേജിൽ വാർത്താരൂപത്തിൽ പരസ്യം കൊടുത്ത് തെറ്റിദ്ധരിപ്പിച്ച മാധ്യമ മുതലാളിമാരെ ഒന്നൊഴിയാതെ ഫോണിൽ തെറിവിളിക്കാൻ ആരംഭിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിൽ രോഷത്തിൻ്റെ ഘോഷയാത്രയായി. അടുത്ത കാലത്ത് ഒരു വിഷയത്തിൽ സ്വാഭാവികമായി പ്രതിഷേധമുണ്ടായ ഒരു സംഭവം ഇതാണ് എന്ന് പറയാം. എന്തായാലും തെറിവിളിയുടെ കടുപ്പം കൊണ്ടാകാം പിറ്റേന്ന് വിദ്യാഭ്യാസ വ്യാപാരിയായ ജെയിൻ പത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വകയായ ഒരു അറിയിപ്പ് പ്രസിദ്ധീകരിച്ചു. തലേന്നത്തെ പത്രത്തിൽ വന്നത് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്നായിരുന്നു സാങ്കല്പിക വാർത്തകൾ. ശ്രദ്ധിക്കുക, സാങ്കല്പിക വാർത്തകൾ. വ്യാജ വാർത്തകൾ എന്ന് പറയാറുണ്ട്, കേട്ടിട്ടുണ്ട്. സാങ്കല്പിക വാർത്തകൾ എന്നൊന്ന് ആദ്യമായി കേൾക്കുകയാണ്. ഇതൊരു സാങ്കല്പിക സർവകലാശാല ആയതിനാലാവണം സാങ്കല്പിക വാർത്തകൾ സൃഷ്ടിച്ച് പത്രങ്ങളുടെ പിന്തുണയോടെ അവർ ജനങ്ങളെ കബളിപ്പിച്ചത്. ഒരു കാര്യമുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും പത്രങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെ ആരോപണങ്ങളുണ്ടെങ്കിലും അതിൽ കാണുന്നത് 3/4 പങ്കും വിശ്വസിക്കുന്നവരാണ്. അതേപോലെ അഭിപ്രായ രൂപീകരണത്തിന് വാർത്തകളെ ആശ്രയിക്കുന്നവരാണ് ജനങ്ങൾ. ആ വിശ്വാസത്തിൻ്റെയും ഒരു ആദരണീയതയുടെയും നെഞ്ചത്താണ് ജനുവരി 24 പത്രങ്ങൾ കത്തികയറ്റിയത്. ഒന്നാം പേജിൽ മുഴുപേജ് പരസ്യം വരുന്നതിനല്ല വിഷമം, പരസ്യം വാർത്ത എന്ന് വ്യാജേന നൽകിയതിലാണ് പ്രതിഷേധം. ജാക്കറ്റ് ആഡുകളുമായി നമ്മൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞതാണ്. പക്ഷെ ഈ രീതി ലോകത്തൊരിടത്തും കേട്ടിട്ടില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. സ്പോൺസേർഡ് ഫീച്ചറുകൾ കണ്ടിട്ടുണ്ട്. ചില പരസ്യക്കാർക്ക് വേണ്ടി പത്രങ്ങൾ വാർത്തകൾ ചമയ്ക്കാറുമുണ്ടത്രേ. ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ വാർത്തയായി തന്നെയാണ് ഇതേവരെ കണ്ടിട്ടുള്ളത്. സങ്കല്പങ്ങൾ വാർത്ത എന്ന പേരിൽ പ്രദർശിപ്പിക്കുന്നത് വ്യാജവാർത്ത തന്നെയല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഒന്നാം പേജിൽ മുഴുപേജ് പരസ്യം വന്നതിലല്ല വിഷമവും പ്രതിഷേധവും, പരസ്യം വാർത്ത എന്ന വ്യാജേന നൽകിയതിലാണ്. ഇത് ലോകത്തൊരിടത്തും കേട്ടിട്ടില്ല എന്നാണ് പരിണിത പ്രജ്ഞർ പറയുന്നത്. സ്പോൺസേർഡ് ഫീച്ചറുകൾ എന്ന് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. ചില പരസ്യക്കാർക്ക് വേണ്ടി പത്രങ്ങൾ വാർത്തകൾ ചമയ്ക്കാറുമുണ്ട് എന്നും അറിയാം. പക്ഷേ
വാർത്തയായി തന്നെയാണ് അപ്പോഴെല്ലാം കണ്ടിട്ടുള്ളത്. സങ്കല്പങ്ങൾ വാർത്ത എന്ന പേരിൽ പ്രചരിപ്പിക്കുന്നത് വ്യാജ വാർത്ത നിർമ്മാണമല്ലേ എന്നുള്ളതാണ് ചോദ്യം. വാർത്ത വസ്തുതയാവണം എന്നാണല്ലോ പ്രമാണം. വാർത്തയെ ബലാത്സംഗം ചെയ്ത ഈ ഏർപ്പാടിന് ന്യായീകരണങ്ങൾ പലതും കണ്ടേക്കാം. അവ പക്ഷെ വിഴുങ്ങാൻ കുറച്ചൊന്നും പോരാ വെള്ളം. മാധ്യമ ധാർമ്മികത, പരസ്യ നിലവാര നിർണയം, ഉപഭോക്തൃ നിയമം എന്നൊക്കെയുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഈ വിഷയത്തിൽ നിരവധിയുണ്ട്. പ്രശ്നം ഈ വ്യാജ വാർത്തയിലൂടെ കേരള സമൂഹത്തിലേക്ക് കള്ളക്കടത്ത് നടത്താൻ ശ്രമിച്ചത് എന്താണ് എന്നതാണ്. പത്രങ്ങളുടെ മുഖമടച്ച് കോടികൾ കൊടുത്ത് ഒരു വിദ്യാഭ്യാസ വ്യവസായി അയാളുടെ ഉൽപ്പന്നങ്ങൾ കേരളത്തിലേക്ക് കടത്തുന്നതിൻ്റെ വഴി ക്ലിയർ ആക്കുകയാണ് വിശ്വാസ്യത വില കൊടുത്തു വാങ്ങുന്ന ഈ പരിപാടിയിലൂടെ നടന്നിരിക്കുന്നത്. കോടികൾ മുടക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പരസ്യം ചെയ്യുമ്പോൾ ദുരൂഹമായ പലതും മറച്ചു വെക്കപ്പെടുന്നില്ലേ എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമാണ്. പഴയ സ്പിരിറ്റ് കടത്തിനേക്കാൾ ലാഭമാണിപ്പോൾ വിദ്യാഭ്യാസ കടത്ത് എന്നാണ് പറയുന്നത്. എന്താണ് ഈ സാങ്കല്പിക സർവകലാശാല? എന്ത് വിശ്വസനീയതയാണ് ഇതിനുള്ളത്? കോടികൾ മുടക്കി പരസ്യം ചെയ്യുന്ന വിദ്യാഭ്യാസ വ്യവസായത്തിൻ്റെ പിന്നാമ്പുറം എന്താണ്? ഡീം ടു ബി എന്ന UGC ലേബൽ ഒട്ടിച്ചതുകൊണ്ടും മാത്രം എന്താധികാരികതയാണ് ഈ സർവകലാശാലയ്ക്ക് ലഭിക്കുന്നത്? മാധ്യമ തോന്നിവാസത്തിനിടയിൽ മുങ്ങിപ്പോയത് ഇത്തരം ചോദ്യങ്ങളാണ്. ബാംഗ്ലൂരിൽ പ്രവർത്തിച്ചിരുന്ന ശ്രീ ഭഗവാൻ മഹാവീർ ജെയിൻ എഞ്ചിനീയറിംഗ് കോളേജാണ് 2009 ജെയിൻ സാങ്കല്പിക സർവകലാശാല എന്ന പേരിൽ അവതരിച്ചത്. ഡോക്ടർ ചെൻരാജ് റോയ് സൺസ് എന്ന വിദ്യാഭ്യാസ വ്യവസായിയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ അഥവാ ചാൻസലർ. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ, സാമൂഹിക, മാനുഷിക പ്രവർത്തനങ്ങളുടെ ആദരാർത്ഥം മംഗലാപുരം സർവകലാശാല സമ്മാനിച്ചതാണ് പേരിന് മുമ്പിലുള്ള ഡോയിലെ ഡോക്ടറേറ്റ്. അത് ഗവേഷണം ചെയ്ത് കിട്ടിയതല്ല. ഈ വിദ്യാഭ്യാസ വ്യവസായിയുടെ ഉടമസ്ഥതയിൽ നിരവധി വിദ്യാഭ്യാസ വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. അവയുടെ പൊതു മേൽവിലാസമാണ് ജെയിൻ ഡീം ടു ബി യൂണിവേഴ്സിറ്റി എന്ന സങ്കല്പം. കേരളത്തിലെ മുഴുവൻ സഭകളും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ നെഹ്റു ഗ്രൂപ്പിൻ്റെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഒരു കൂട്ടം ആക്കി UGC അംഗീകാരം സംഘടിപ്പിച്ചാൽ അതും സാങ്കല്പിക സർവകലാശാലയാണെന്ന് പറയാം. അതായത് ഒരുപാട് ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും വിധേയമായ സ്ഥാപനമാണ് ജെയിൻ സാങ്കല്പിക സർവകലാശാല എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാവുന്നത്. കൊച്ചിയിൽ ഈ സാങ്കല്പിക സർവകലാശാലയുടെ ഓഫ് ക്യാമ്പസ് കേന്ദ്രമാണ് പ്രവർത്തിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെയും UGCയുടെയും അംഗീകാരം ഈ സെൻറ്ററിനില്ല. ഇവിടെ നിന്നും കൊടുക്കുന്ന ഡിഗ്രികൾക്ക് അംഗീകാരമില്ല എന്ന് വാർത്തകൾ നിരവധി ദേശീയ പത്രങ്ങളിൽ വന്നിരുന്നു. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. മാത്രമല്ല, കൊച്ചി ക്യാമ്പസ് നിയമവിരുദ്ധമായാണ് അത്ര പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ കോഴ്സുകൾ നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് 2019 ഉന്നത വിദ്യാഭ്യാസത്തിന് രേഖാമൂലം UGC അറിയിപ്പ് നൽകിയിരുന്നു. അതിനെല്ലാം മറയും തടയും ഇടുന്നതാണ് കോടികൾ മുടക്കി എല്ലാ പത്രങ്ങളുടെയും 1-ാം പേജിൽ തള്ളിക്കൊടുത്ത ഈ വാർത്താ പരസ്യം. ദളിത് വിരുദ്ധതയും കൊള്ള ഫീസും അടക്കം ബാംഗ്ലൂരിലെ ജെയിൻ സ്ഥാപനങ്ങൾ ആക്ഷേപങ്ങൾക്ക് ഇരയാണ്. അത് വേറെ നിൽക്കുന്നു. വ്യാജ വാർത്തയിലൂടെ ഒരു വ്യാജ സർവകലാശാലയ്ക്ക് സാമൂഹികമായ അംഗീകാരം വാങ്ങിയെടുക്കുന്ന പരിപാടിയാണ് ഈ 1-ാം പേജിലെ വ്യാജ അല്ലെങ്കിൽ സാങ്കല്പിക വാർത്തകളിലൂടെ സാധിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കിയവർ തന്നെയാണ് ഇതിനിപ്പോൾ അരുനിൽക്കുന്നത് എന്നതാണ് ഇതിൻ്റെ മറുവശം. ഇപ്പോൾ ഈ സംഭവത്തിൻ്റെ ഇത്രമാത്രം വിവരങ്ങൾ. ബാക്കി വിശദാംശങ്ങളുമായി വീണ്ടും വരാം. നന്ദി.